ഞാൻ പെറ്റ മകനെ എന്ന് എഴുതി മുഴുമിപ്പിച്ചിട്ടില്ലാത്ത CPM-മാരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെ? അവർക്ക് ഇപ്പോൾ SDPI ചോദിച്ചാൽ അവർ അക്ഷരം മിണ്ടാനില്ല. CPM-ൻ്റെ ഏതെല്ലാം തരത്തിലുള്ള ഇരട്ടത്താപ്പുകൾ കണ്ടിട്ടാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒന്നാമത് തന്നെ ആൾക്കറിയാം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയെ ചീത്ത വിളിക്കുന്നതിനെ അവരുമായിട്ടുള്ള നല്ല ബന്ധത്തിൻ്റെ കാലം നല്ലായ ഓർമ്മയുണ്ട് മനുഷ്യന്മാർക്ക്, അല്ലേ? എല്ലാ ആൾക്കാർ ഷോർട്ട് മെമ്മറി ഒന്നുമില്ല. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ SDPI ഇന്നലെ ഒരു തീവ്രവാദ സംഘടനയായിരുന്നു. SDPI-ക്കാർ ഞങ്ങളുടെ അഭിമന്യുവിനെ കൊന്ന വർഗീയത തുലയട്ടെ, ഞാൻ പെറ്റ മകനെ എന്ന് എഴുതി മുഴുമിപ്പിച്ചിട്ടില്ലാത്ത CPM-മാരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെ? അവർക്ക് ഇപ്പോൾ SDPI ചോദിച്ചാൽ അവർ അക്ഷരം മിണ്ടാനില്ല. MA ബേബി മാത്രം വേറെയാണ് പറഞ്ഞത്. അത് അദ്ദേഹം എപ്പോഴും വേറെയാണ് പറയുക. ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ അതെ, അതാ ഇവിടുത്തെ സർക്കാർ അധികാര രാഷ്ട്രീയത്തിന് വേണ്ടി നടക്കുന്ന ഉരുണ്ടുകളികളുടെ കൂടെ അല്ല അദ്ദേഹം ഉണ്ടാവുക. അദ്ദേഹത്തിൻ്റെ ശരിക്കും CPM-ൻ്റെ പൊസിഷനാണ്. CPM-ൻ്റെ പൊസിഷൻ അദ്ദേഹം എപ്പോഴും സംസാരിക്കുക. ഇവർ സംസാരിക്കുന്നത് അധികാരത്തിൻ്റെ നിലനിൽപ്പിൻ്റെ സാധ്യതാ പൊസിഷനിലാണ്. CPM-ൻ്റെ പൊസിഷനല്ല എപ്പോഴും സംസാരിക്കുക. അപ്പോൾ ഈ SDPI ബന്ധം എന്ന് പറഞ്ഞ് ആലോചിക്കുമ്പോൾ SDPI-ക്കാർ ആലോചിക്കണം, എത്ര ദിവസത്തേക്കൊണ്ട് ഈ മതനിരപേക്ഷതയുടെ കുപ്പായം തരുന്നത്? പിന്നെ ഊരി വാങ്ങിക്കും, തിരിച്ചിങ്ങ് തന്നേക്കെന്ന് പറഞ്ഞു. രണ്ടാമത്തേത്, ഞാൻ പെറ്റ മകനെ എന്ന തലക്കെട്ടിട്ട് വർഗീയത തുലയിട്ട എന്ന പേരിൽ വികാരനിർഭരമായി കുറിപ്പിട്ട ഇടതുപക്ഷ അനുഭാവികൾ SFI-ക്കാർ ആലോചിക്കണം ഇപ്പോൾ നമുക്ക് ഇവരെങ്ങനെ ചേർന്ന് നിൽക്കാൻ കഴിയുന്നവരായെന്നുള്ളത്. ഈ അസംബന്ധത്തിന് കേരളം മറുപടി പറഞ്ഞാണ് ഞാൻ വിചാരിക്കുന്നത്.